ഉം. ഓ, എല്ലാവരും നോക്കുമ്പോൾ ഒരു വലിയൊരു ഐറ്റം അല്ലേ? ഓക്കെ. അപ്പം നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാം ഒരു വലിയൊരു സംഭവം ഇപ്പം നമ്മുടെ ഇരിപ്പുണ്ട്. എന്താണത്? തംബ്നെയിലിൽ കുറേ പേർക്ക് മനസ്സിലായി. ഇനി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സംഭവം ഒരു ടേബിളാണ്. പക്ഷേ ഇതൊരു സാധാ ടേബിളല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സ്പേസ് ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ അതുപോലെ കൺജസ്റ്റഡ് എനിക്കൊരു ബുക്ക് വെച്ച് പോലെ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുന്ന സാധനമാണ് വേണ്ടേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു കുഞ്ഞ് ബോക്സിനകത്ത് ഇരിക്കുക, കുഞ്ഞല്ല എന്നാൽ അത്യാവശ്യം ഒരു ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്, ഇതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്യുന്നതും കൂടെ നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. ഓക്കെ, അങ്ങനെ നമ്മളിത് തുറന്നു. ഇനി ഇതിനകത്തുള്ളതും കൂടെ പെട്ടെന്ന് വലിച്ചങ്ങ് കയറിയേക്കാം. നല്ല പാക്കിംഗ് ആട്ടോ. അങ്ങനെ ഈ ഒരു ടേബിൾ ആദ്യം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഇതിൻ്റെ ഫ്രണ്ടാണ് വരുന്നത്. ഇവിടെ ഗ്ലോസിയും ഇവിടെ മാറ്റും. അടിപൊളി. ഏതായാലും നമുക്ക് ഇതിനെ ഒന്ന് സൈഡിലോട്ട് മാറ്റാം. അടുത്തത് ഇങ്ങനെ എടുക്കാം. യെസ്, 2 പൈപ്പ് ഇങ്ങോട്ട് വെച്ചു. ഇതിനകത്ത് ഒരു ചെറിയ ബോർഡുണ്ട്. ഈ ബോർഡ് ഞാനിങ്ങ് മാറ്റി വെക്കുകയാണ്. അടുത്ത ബോർഡ് അതും മാറ്റി. ഹായ്, ഇപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നല്ലോ ഒരുപാട് ബോർഡുണ്ടല്ലോ. തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. അടുത്ത ബോർഡ്, അടുത്ത ബോർഡ്. ഇതൊരു കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരുമല്ലേ. കുറേ ബോർഡുകളുണ്ട്. നല്ലൊരു ആംഗിൾ വന്നിട്ടുണ്ട്. അത് ഞാൻ ഈ സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. അതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടെ, അതിൻ്റെ സ്ക്രൂസ് എല്ലാം ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് നെക്സ്റ്റ്? അടുത്ത ഇതുപോലത്തെ 2 ആംഗിളുണ്ട്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചു. ഒരു ചെറിയൊരു പീസ് പ്ലൈവുഡും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം, നമ്മൾ അന്ന് ഇത് ചെയ്ത സമയത്ത് നമുക്ക് വേണ്ട എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു മാനുവൽ. അത് ഞാനിങ്ങ് മാറ്റി തടി അങ്ങോട്ട് വെച്ചു. ഇനി ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഉണ്ട്, ഒരു ചെറിയ ഐറ്റം കൂടെ ഉണ്ട്. അപ്പം ഇത് ഫ്രീ ആയി. നമുക്ക് ഇവനെ മാറ്റി വെച്ചേച്ചും ഇതിനൊന്ന് പെട്ടെന്ന് അസംബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം സ്ക്രൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ജസ്റ്റ് വേണ്ട ഇവിടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഏതായാലും എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. സെൽഫ് പ്രൈമിങ് ടൈപ്പ് സ്ക്രൂ ആണ് ഏറ്റവും കൂടുതലുള്ളത്. അത് നീളം കൂടിയത് നീളം കുറഞ്ഞതും ടൈപ്പ് അവൈലബിൾ ആണ്. പിന്നെ വണ്ണം കൂടിയത് 1, 2, 3 ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അലൻകി ഇതിനകത്ത് തന്നെയുണ്ട്. അലൻകി ഞാനങ്ങ് മാറ്റി. ഇത് ലാസ്റ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂസാണ്. അതും ഞാൻ ഇങ്ങനെ ഒന്നെടുത്ത് മാറ്റുകയാണ്. കാരണം നമുക്കിതെല്ലാം മിക്സ്ഡായിട്ടാണ് കിട്ടിയത് ഇതിനകത്ത്. ഇതെല്ലാം നമ്മളൊരു പോർഷനിലോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് മാറ്റി വയ്ക്കാം. ജസ്റ്റ് ഇത്രയും വേറെ ലോക്ക് ഇതിൻ്റെ. ഇനി തടിയുടെ കഷ്ണം, ഇത് ലാസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ കണക്ട് ചെയ്യാനുള്ളതാണ്. അതും വെച്ചു. ഇനി സ്ക്രൂസും ഒരു ക്ലോസിങ് ക്യാപ്പും വന്നിട്ടുണ്ട്. അത് ഒരെണ്ണേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബേസിൽ ഏതോ ഒരെണ്ണം പോയതാണെന്ന് തോന്നുന്നു. ഇല്ല, ഇനി ഇതിൻ്റെ ബേസ്, അതായത് ഈ ബേസ് ഏതെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇടാൻ വേണ്ടിയിട്ടൊരു അഡീഷണൽ ക്യാപ്പാണ് ഈ വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചേച്ചും ഇതിൻ്റെ മേളത്തെ പോർഷൻ, അതായത് ഇതിൻ്റെ ബേസ് ഇവിടെ വരണം. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഈ താഴത്തെ ലൈൻ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് 10 സ്മോള്, അതായത് B ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. സ്മോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ സ്മോൾ ടൈപ്പാണ്. നമുക്കിത് ജസ്റ്റ് ഇതിലോട്ട് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത്. യെസ്, സ്ക്രൂ ചെയ്താൽ കയറും. അപ്പോൾ ഇതിങ്ങനെ വെച്ചും ഇത് ഞാൻ സ്ക്രൂ ചെയ്യണം. കണ്ടോ, ഈ ഒരു സൈഡിൽ നിന്നും ഞാൻ ഇതിങ്ങനെ ഇതിലം വഴി ഇതിലോട്ട് സ്ക്രൂ ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഈ സൈഡിലും ഞാനൊന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് താഴത്തെ പോർഷനിൽ തന്നെ നിൽക്കണം, ഇങ്ങനെ വരണം. ഓക്കെ, അപ്പോൾ ഇതും ഞാൻ ഇവിടുന്ന് സ്ക്രൂ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ടെമ്പററി ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. കണ്ടോ, ടെമ്പററി ആയിട്ട് മാത്രം, നല്ല രീതിയിലല്ല ടൈറ്റ് ചെയ്യുന്നത്, വെറുതെ ഒന്ന് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും കൂടെ ഞാനൊന്ന് ചെയ്യട്ടെ. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. കണ്ടോ, തലങ്കി വെച്ച് തന്നെയാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നൊന്ന് കൺഫേം ആക്കിയേക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം ഞാൻ ടൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയും ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് പഴയതുപോലെ നമ്മളിങ്ങനെ തിരിച്ച് വെക്കുകയാണ്. ബാക്കി മാറ്റങ്ങൾ വരുത്താനുള്ളതൊക്കെ നമുക്ക് അന്നേരം മാറ്റാം. ഇനി ഈ സൈഡിലാണ് നമ്മുടെ ബാക്കി കളി മുഴുവൻ ഇരിക്കുന്നത്, ഇവിടെയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് 8ഉം 9ഉം ഈ 2 പ്ലൈവുഡിങ് എടുക്കണം. 8, 9 എടുത്ത് കഴിഞ്ഞിട്ട് അത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. 9ഉം 8ഉം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതും ഇത് 8ഉം. അപ്പോൾ ഇതിന് വേണ്ട 2 പിൻസാണ്. ഇവിടെ 1, 2, ഇവിടെ 1, ഇവിടെ 2 അപ്പോൾ ഇതിന് വേണ്ട ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ Oയും Pയും Qയും ആണ് വേണ്ടത്. അപ്പോൾ അതിനകത്ത് നമുക്ക് O ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതാണ് O. ഇതാണ് O എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഐറ്റം. പി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ വുഡാണ് നമുക്ക് പി ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഭാഗം എവിടേക്കാണ് ഇടേണ്ടതെന്നുള്ള സൂട്ട് ഇതുണ്ട്. ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്, ഈ 2 പോർഷനിലും ഓരോന്ന് വെച്ച് കൊടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ വെച്ചുകൊണ്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യണം. അധികം ടൈറ്റ് ആക്കണ്ട, ഒന്ന് നോർമലായിട്ട്. സ്ക്രൂ ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ ഡ്രില്ലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് സെറ്റായി. ഓക്കെ, അതും സെറ്റായി. ഇതിനെ മുകളിലോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് പതുക്കെ ഇതൊന്ന് തട്ടി ഇങ്ങനെ കയറ്റുകയാണ്. യെസ്, ഇതിരുന്നു. കണ്ടോ? ഇനി നമുക്ക് ഈ ഹോൾസ് കണ്ടോ, ഈ ഹോൾസ് നമുക്ക് ക്ലോസ് ചെയ്യണം. അതായത് ഇതിനെ ടൈറ്റായിട്ട് പിടിച്ച് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ലോക്ക് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂവിൻ്റെ ഹെഡിൻ്റെ അവിടെ ചെന്ന് നേരെ ഇതിനകത്തോട്ട് കയറ്റി ലോക്കാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മളിതിങ്ങനെ ഇൻസേർട്ട് ചെയ്തു. കണ്ടോ, ഇതിപ്പോൾ ലോക്കിലോട്ട് വീണു. ഇതുപോലെ ഈ സൈഡിൽ ലോക്ക് ചെയ്യാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ കയറുന്നു. ഇത് കയറിക്കഴിഞ്ഞ് ഇതിങ്ങനെ ലോക്കിലോട്ട് വന്ന് വീഴുകയാണ്. കയറി, യെസ്, ലോക്കിലോട്ട് വീണു. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ലോക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ സൈഡിലോട്ട് കയറ്റി, അതായത് ഇതിൻ്റെ താഴത്തെ പോർഷനിലാണ് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത്, അങ്ങോട്ടൊന്ന് എടുത്ത് വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, മൂന്നാമത്തെ സ്റ്റെപ്പ് വരുന്ന 7ാമത്തെ പീസ് നമുക്കിവിടെ താഴെ 2 സൈഡിലും, അതായത് ഈ 2 സൈഡിലും വെച്ച് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലം ഇതിനെ നമ്മളിങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2 സൈഡിലും സ്ക്രൂ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളിത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട സ്ക്രൂ ഏതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്നതിൽ ജിയും ഐയും കൊടുത്തിട്ടുണ്ട്. ഇത് സ്ക്രൂ ഡ്രൈവറാണ് ജി എന്ന് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഐ ആണ് വരേണ്ടത്. ജി എന്ന് ഉദ്ദേശിക്കുന്നത് ബിഗ് സ്ക്രൂ ആണ് വരുന്നത്. കണ്ടോ, ഇതിൽ ബിഗ് എന്ന് കൊടുത്തിരിക്കുന്നത്, അതായത് നീളം കൂടിയതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നീളം കൂടിയ സ്ക്രൂ നമ്മളിവിടുന്ന് എടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നീളം കൂടിയത്. ഇനി നീളം കുറഞ്ഞതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നീളം കുറഞ്ഞത്. അപ്പോൾ ഈ നീളം കൂടിയ സ്ക്രൂ ആണ് നമ്മളിവിടെ വെക്കാൻ വേണ്ടി പോകും. നമ്മുടെ ചെറിയ ഡ്രില്ലും കൂടെ എടുക്കുകയാണ്, കാരണം പണി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ബേസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് കൺഫേം ആക്കി വെച്ച് വേണം ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മളിത് കറക്റ്റാക്കി വെച്ച് ഇവിടെ സ്ക്രൂ ഇങ്ങനെ വെച്ചുകൊണ്ട് പതുക്കെ ഇവനെ അങ്ങ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, താഴെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ആക്കിക്കോണം. ഓക്കെ, ആദ്യം ടൈറ്റ് ചെയ്യുന്നില്ല, 2 സ്ക്രൂ ഞാൻ തൽക്കാലം ഇടുകയാണ്. പക്ഷേ ഇതിങ്ങോട്ടൊന്ന് വന്നാൽ ഈ സൈഡ് നമ്മൾ കറക്റ്റ് നോക്കിക്കോണം, ഇത് കറക്റ്റ് ലെവലാണോ എന്ന്. ഈ ഒരു പോർഷൻ ഇത് ലെവലാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നേരെ ഇവിടെ സ്ക്രൂ ഇടുക. പതുക്കെ ഒന്ന് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടൂൾ എടുത്തങ്ങ് കാച്ചി വയ്ക്കുക. ഓക്കെ, അത് സെറ്റാണ്. ഇനി അപ്പുറത്തെ സൈഡും കൊണ്ട് നമുക്കൊന്ന് സ്ക്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചത് നേരത്തെ ഇങ്ങനെ പതുക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ മേളിൽ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് മുറുക്കി പിടിച്ചുകൊണ്ട്, അതായത് ഇങ്ങനെ മേളിൽ ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് ആ സൈഡിലും ഇതുപോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഈ 2 സൈഡിൽ ഓരോന്ന് സ്പോട്ട് ചെയ്തു. ഇനി നമ്മുടെ ചെറിയ സ്ക്രൂ 1, 2, 3, 4 ഈ 4 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെറ്റാണ്. ഈ താഴത്തതിൻ്റെ ഈ സൈഡിലത്തെ മാത്രം മുറുക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ ഏതായാലും അത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയുന്ന 4th സ്റ്റെപ്പ്, ഇത് മേളിലോട്ട് ഇട്ടതിന് ശേഷം ഈ മേളത്തെ 2 ഇരുമ്പിൻ്റെ പിടിപ്പിക്കാനാണ്. പക്ഷേ അത് പിടിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഈ ടേബിൾ ഇടുന്ന കാര്യം ഇതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് അപാകതകൾ ഉണ്ട്. അപ്പം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യണം. കാരണം ഇതിൽ കൊടുത്തിരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ 3rd സ്റ്റെപ്പിൽ നമ്മൾ ഈ താഴത്തെ 2ഉം വെച്ചു. ഓക്കെ, പക്ഷേ ഇതിൻ്റെ മേളത്തെ ടേബിൾ ഇടുന്ന കാര്യം ഇതുവരെ അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരിടത്തും കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, കുറച്ചൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമ്മളത് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് 2ഉം, അതായത് ഈ സ്ക്വയർ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു ടേബിൾ ഫിറ്റ് ചെയ്യുന്നത്, അതായത് ടോപ്പ് ടേബിൾ ഫിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതിനകത്ത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, നമുക്ക് ഏതായാലും അതിൻ്റെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് ചെയ്യുകയാണ്. ഇനി ആ ടേബിളും കൂടെ, താഴത്തെ ബേസ് ടേബിളും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് മേളത്തെ, അതായത് ഈ പറയുന്ന ഒരു ആംഗ്ലയർ വെച്ചിട്ട് കാര്യമുള്ളൂ. അങ്ങനെ ഇതാണ് നമ്മുടെ ടോപ്പ്. ഈ ടോപ്പിൻ്റെ പോർഷനാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ സംഗതി. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എടുത്ത് ഇതിൻ്റെ മേളിലോട്ടൊന്ന് വെക്കുകയാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാക്കിങ്ങിൽ എനിക്ക് ഈ ഒരു ടേബിളിൻ്റെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എഡ്ജ് പോർഷൻ ഒന്നും ഒരിടത്തും കൊണ്ട്
പൊട്ടാനോ അങ്ങനെ ഒന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു പോയിൻ്റാണ് കേട്ടോ, നല്ലൊരു കാര്യമാണ് അവർ ചെയ്തത്, അതെനിക്കിഷ്ടപ്പെട്ടു. തിരിച്ച് അതുപോലെ തന്നെ വെക്കുന്നു. എന്നിട്ട് ഈ ഹോൾസ് ഒന്ന് കോയിൻസൈഡ് ചെയ്യുന്ന പോലെ ഞാൻ ഈ ടേബിളൊന്ന് വെക്കുകയാണ്. അതായത് ഇവിടുത്തെ ഹോൾസ് ഇത് കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മേളിലോട്ടൊരു ആംഗിൾ വരുന്നുണ്ട്, അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാനൊന്ന് സ്ക്രൂ ചെയ്യുകയാണ്. അതായത് സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ താഴത്തെ പോർഷനിലാണ് സ്ക്രൂ ചെയ്യേണ്ടത്. കണ്ടോ, 1 2 3 4 5 6 ഇത്രയും ഭാഗത്ത് നമുക്ക് ആ സ്ക്രൂ കൊടുക്കണം. അപ്പോൾ അത് താഴേന്ന് തന്നെ മേലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് മറിച്ചിട്ടേച്ചും അങ്ങനെ കൊടുക്കാനും പറ്റും. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ഏതാ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നു നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഏതായാലും ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ താഴത്തെ ടേബിളും കൂടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളത് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിനെ നമ്മൾ നേരെ നമ്മുടെ പഴയ കണ്ടീഷനിലോട്ട് ആക്കുകയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു കണ്ടീഷനിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഓക്കെയാണ്. നമ്മുടെ ഹോൾസ് എല്ലാം കറക്റ്റ് ആക്കി വെച്ച്, അതായത് ഈ ഒരു പോർഷനിലാണ് ആ ഹോൾ വരുന്നത്. ആ ഹോളും ഇവിടുത്തെ ഹോളും കറക്റ്റ് കോയിൻസൈഡ് ചെയ്യണം. ഞാനത് പറഞ്ഞായിരുന്നു ആദ്യം തന്നെ, ഇവിടുത്തെ ഹോൾ കറക്റ്റാണ്. ഓക്കെ, എല്ലാം സെറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ മേളത്തെ ഭാഗമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മേളത്തെ ഭാഗം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം. ഈ 2 ആംഗിൾസ് ആണ് വയ്ക്കാനുള്ളത്, ഒന്നിതും ഒന്നിതും. അപ്പോൾ ഇത് ഉള്ളിലോട്ടാണ് വരുന്നത്, അപ്പോൾ ഇതിങ്ങനെ വരത്തുള്ളൂ. ഇതിങ്ങനെ ഒരെണ്ണം അപ്പുറയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഒന്നിങ്ങനെ ഒന്നിങ്ങനെ, ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിതിവിടെ വെച്ചോണ്ട് ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ, അതിപ്പോൾ കറക്റ്റ് പൊസിഷൻ ഇച്ചിരി മാറിയാലും കുഴപ്പമില്ല, കാരണം സ്ക്രൂ പിന്നെ അവിടെ കയറത്തുള്ളൂ. ഞാൻ ഇതിലേ കൊണ്ടുവന്ന് ഇവിടെ പതുക്കെ ജസ്റ്റ് ഒന്ന് കൊള്ളിച്ച് നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് കൊള്ളിച്ചു. ഇനി അടുത്തതും കൂടെ ഇതിനകത്തോട്ടിട്ടു. അത് തന്നെ ഇവിടെ എത്തി. ഇനി അവനെ ഒന്ന് കൊള്ളിച്ച് നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഇതും കൂടെ ചെയ്യുന്ന സമയത്ത് നല്ല സപ്പോർട്ട് കിട്ടും. അതായത് ഈ ടേബിളും ഈ ആംഗിളുമായിട്ട് നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അലങ്കി കൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് മുറുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഈ സൈഡിലും കൂടെ ഒന്ന് ചെയ്യട്ടെ. അപ്പം നമ്മുടെ ഈ 2 തൂണും പൊങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 5-ാമത്തതാണ്. 5 ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 5 വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 3 ഈ 3 പിന്നുകളും കൂടെ ഇതിനകത്ത് കയറുന്നുണ്ട്. അതായത് സൈഡിലൊരു ബോൾ പോലെയാണ് വരുന്നത്. ഞാൻ അതൊന്നുകൊണ്ടൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം, കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി. ഇത് കണ്ട് ഇതുപോലെ 3 ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇത് വെക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഈസി ആയിട്ട് ഉരുക്കൊണ്ട് പോരുത്, പക്ഷേ ഒരാവശ്യത്തിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാനുള്ള ഒരു പർപ്പസിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഇതിൻ്റെ മേളിലോട്ട് വെച്ച് പതുക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇറക്കുകയാണ്. കണ്ടോ, ഈ പോർഷൻസിലെല്ലാം ആ സ്ക്രൂ സെറ്റാണ്. ജസ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം സ്കീം തന്നെയാണ്. ഇതിലെ നേരെ കയറ്റുന്നു, ഇവിടെ വന്നൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഈ തടി കൂടെ നമ്മൾ ഇവിടുന്ന് ടൈറ്റ് ചെയ്യുകയാണ്. ലോങ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഞാൻ ഇനിയിപ്പം നമ്മുടെ സ്ക്രൂ ഡ്രൈവറിനൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കും എല്ലാം ഓക്കെ ആണോ. ഇതിപ്പോൾ ജസ്റ്റ് ടെമ്പററി ആയിട്ടാണ് ഇത് വെച്ച് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ 5-ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് ഈ 5 ഫിറ്റ് ചെയ്തു. ഇനി 6-ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. 6-ാമത്തെ സ്റ്റെപ്പിൽ നമുക്കിതെല്ലാം കയറ്റി സൈഡിലത്തെ ഇതെല്ലാം സ്ക്രൂ ചെയ്യുന്നതാണ് 6-ാമത്തെ സ്റ്റെപ്പ്. അത് നമ്മൾ തീർത്തു. ഇനി നമ്മുടെ 7-ാമത്തെ സ്റ്റെപ്പ് വരെയാണ്. 7-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 1 ഉം 4 കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് അതാണ് ഇവിടെ മേളിൽ വരുന്നത്. അപ്പോൾ 1 ഉം 4 നമുക്ക് ഏതായാലും ഒന്ന് എടുക്കാം. 4 ദേണ്ട ഈ കൊടുത്തിരിക്കുന്നതാണ് 4. ഇനി ഇതാണോ 1 നോക്കാം. യെസ്, ഇതാണോ 1. അപ്പോൾ ഈ 4ഉം 1ഉം കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യണം. നേരത്തെ അതുപോലെ തന്നെയാണ്. ഇതിലോട്ട് നമ്മൾ കയറ്റി ഒന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. വലിയ ചടങ്ങൊന്നുമില്ല, സിമ്പിളാണ്. ഓക്കെ, ഓക്കെ, അത് സെറ്റ്. ഇനിയിപ്പം ഇതിൻ്റെ മേളിലോട്ട് കയറ്റി വെച്ചിട്ട് ഈ 2 സൈഡ് കണ്ടോ, ഇവിടെ 1 ഇവിടെ 2, ഇതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡും ഇതിൻ്റെ താഴത്തെ പോർഷനും നമുക്ക് സ്ക്രൂ ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ പൊക്കത്താണ് കയറുന്നത്. ഏകദേശം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയി. ഇനിയിപ്പോൾ ഈ മേളത്തെ 2 പോർഷൻ കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് തീർന്നു. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യാം, ഈ 2 പോർഷനും. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മേളിൽ വെക്കുന്നതിന് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം നടുക്ക് വലിയൊരു സപ്പോർട്ട് വരുന്നില്ല. ചെറിയ വെയിറ്റ് ഉള്ള ഐറ്റംസ് ഒക്കെ മേളിൽ കൊടുക്കാം, ബാക്കിയുള്ളതൊക്കെ ഇവിടെ. പിന്നെ താഴത്തേൽ നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന് ഈ സൈഡിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ, പിന്നെ അണ്ടറിലും സപ്പോർട്ട് വരുന്നുണ്ട്. അല്ലാതെ സെൻറ്റർ പോർഷനിൽ ഒരു സപ്പോർട്ട് എന്ന് പറയാൻ ഇല്ല. അപ്പം മേളത്തെ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സൈഡിലത്തെ പോർഷൻ 3 ഇവിടെ വരുന്നത്. അതിപ്പം മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല.
ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറേ കാര്യങ്ങളുടെ പുറകിൽ ഓടിപ്പോകേണ്ടി വന്നതുകൊണ്ട് പിന്നെ കുറേ നേരം കറണ്ട് ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം കുറേ ഡിലേ ആയിപ്പോയി. ഏകദേശം രാത്രി 1:30 കഴിഞ്ഞു. ഇപ്പം 2 മണിയാകാറായി. അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമ്മുടെ ലാപ്ടോപ്പും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് റെഡിയാക്കി ബാക്കി നമ്മുടെ ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.